ഹായ്. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? അത് ക്യാഷാണോ? മണിയാണോ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത്? ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിൽ പോലും ഒരു ഹൊറിബിൾ ആയിട്ടുള്ള ലൈഫിലൂടെ കടന്നു പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. ശരിയാണോ തെറ്റാണോ ഞാൻ പറഞ്ഞത്? ഇനി റിലേഷൻഷിപ്പാണോ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഡിസൈഡ് ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മൾ വളരെയധികം ട്രൂ ലവ് കൊടുക്കുന്ന ആൾക്കാർ, ആ ഒരു റിലേഷൻഷിപ്പ് പോലും ചിലപ്പോൾ മിസറബിൾ ആയിട്ട് നമുക്ക് തോന്നാറില്ലേ? ശരിയാണോ തെറ്റാണോ? സോ നമുക്ക് പറയാൻ പറ്റും, ക്വാളിറ്റി ഓഫ് ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫിൽ, ശേഷിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ. എന്താണ് രണ്ട് കാര്യങ്ങൾ? മീനിങ് ആൻഡ് ഇമോഷൻസ്. അതായത് ദ മീനിങ് യു ഗീവ് ടു തിങ്സ് ദാറ്റ് കൺട്രോൾസ് യുവർ ഇമോഷൻസ്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും കൊടുക്കുന്ന മീനിങ് എന്താണോ, ആ മീനിങ് ആണ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മളിലേക്ക് പല മീനിങ്ങും കൊണ്ടുവരാറുണ്ടല്ലേ? അതെല്ലാം തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസ് നമ്മളിലേക്ക് ഫീല് കൊണ്ടുവരാറുണ്ടല്ലേ? എന്നാൽ ആ ഇമോഷൻസ് ആണ് നമ്മളിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് കൊണ്ടുവരുന്നത്. ആലോചിച്ച് നോക്കിയേ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ, നിങ്ങൾക്ക് ദേഷ്യം വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് അല്ലേ? സോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. കൺട്രോളിങ് എന്തൊക്കെയാണ്? മീനിങ് ആൻഡ് ഇമോഷൻസ്. മീനിങ് ആൻഡ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. താങ്ക് യു.